സംഘർഷാവസ്ഥ തുടരുകയാണ്. യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും രണ്ട് കൂട്ടരും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അതേസമയം ഒരു കാരണവശാലും ഈ നാമകരണത്തിൽ നിന്ന് പിന്തിരിയില്ല എന്ന് പാലക്കാട് നഗരസഭയും പറയുന്നു. അങ്ങനെ പാലക്കാട് നഗരസഭ തുടങ്ങിയ ബഡ്സ് സ്കൂളിന്റെ ഉദ്ഘാടനം, അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം, ബഡ് സ്കൂൾ തുടങ്ങിയിട്ടില്ല. ബഡ് സ്കൂൾ തുടങ്ങാൻ വേണ്ടിയുള്ള കെട്ടിടം നിർമ്മിക്കുകയാണ്. അതിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് എത്തി നിൽക്കുന്നത്. RSS 1925 സ്ഥാപിച്ച മഹാരാഷ്ട്രക്കാരനായ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിന്റെ പേരാണ് പാലക്കാട് നഗരസഭ ഈ ബഡ് സ്കൂളിന് ഇട്ടിട്ടുള്ളത്. ഇടാൻ പോകുന്നത് അത് രഹസ്യമായി ആണ്. ഇത് കൗൺസിലിൽ വെച്ചിട്ടില്ല. നഗരസഭ ഒരു പൊതു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന് RSS സ്ഥാപകരെ പേരിടുന്നത് ശരിയല്ല എന്നാണ് കോൺഗ്രസും CPM-ഉം അവരുടെ യുവജന സംഘടനകളും പറയുന്നത്. ഗോകുൽ VS തുടരുന്നുണ്ട് അവിടെ നിന്ന്. ഗോകുൽ, പാലക്കാട് നഗരസഭ ബഡ് സ്കൂൾ തുടങ്ങുന്നത് ഉചിതമായ കാര്യമാണ്. പക്ഷേ ഇതിന്റെ നാമകരണം രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയല്ല എന്ന് കോൺഗ്രസ് കൗൺസിലർമാർ പറയുന്നു. എന്ന് മാത്രമല്ല, നഗരസഭാ കൗൺസിലിനെ ഈ നാമകരണം മറച്ചുവെച്ചു എന്നുകൂടി കോൺഗ്രസിന് ആക്ഷേപമുണ്ട്. എപ്പോഴാണ് ഈ പേര്, ഹെഡ്ഗേവാറിന്റെ പേരാണ് ഈ ബഡ് സ്കൂളിന് എന്ന കാര്യം പുറത്തേക്ക് വന്നത്? അതായത് ഇന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത് ഇന്നാണ് പുറത്ത് വന്നത് എന്നുള്ളതാണ്. പക്ഷേ ബി ജെ പി കൗൺസിലർമാർ അതോടൊപ്പം തന്നെ ഭരണസമിതി അംഗങ്ങൾ പറയുന്നത് ഹെഡ്ഗേവാറിൻ്റെ പേരിടുന്നതിൽ രാഷ്ട്രീയമായുള്ളൊരു വിഷയമല്ല, മറിച്ച് നിരവധി രാഷ്ട്രീയക്കാർക്ക് പ്രചോദനമായ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഹെഡ്ഗേവാറിൻ്റെ പേരിടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവർ പലരും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ പ്രതിഷേധം ഇന്ന് അവസാനിപ്പിക്കുകയാണ്? പ്രതിഷേധം അവസാനിക്കുന്നില്ല, പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. കാരണം BJP ഭരിക്കുന്ന ഒരു നഗരസഭയെ ഉപയോഗിച്ചുകൊണ്ട് RSS വൽക്കരിക്കാനുള്ള BJPയുടെ ശ്രമത്തെ എന്ത് വില കൊടുത്തും ഡിവൈഎഫ്ഐ നേരിടുക തന്നെ ചെയ്യും. കോൺഗ്രസ് കൗൺസിലർമാർ പലരും പറഞ്ഞിരുന്നത് ഇത് രഹസ്യമാക്കി വെച്ചുകൊണ്ടായിരുന്നു, കൗൺസിലടക്കം ചർച്ച നടത്തിയില്ല എന്നുള്ള അങ്ങനെ ഒരു വിഷയം, അങ്ങനെ ഒരു ആരോപണം ഡിവൈഎഫ്ഐക്ക്. അത് കോൺഗ്രസിന്റെ കൂടി ഒത്താശയോടുകൂടി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കണം. കാരണം ഇന്നത്തെ കോൺഗ്രസ് ആണ് നാളത്തെ BJP. അപ്പോൾ BJPക്ക് എല്ലാവിധ ഒത്താശയും ചെയ്യുന്നത് കോൺഗ്രസ് ആണോ എന്നുള്ളത് പരിശോധിക്കണം. ഈ രാജ്യത്ത് RSS ആയി ജീവിച്ച് RSS ആയി മരിക്കുകയും ചെയ്ത, രാജ്യത്തിന് വേണ്ടി ഒരു സംഭാവനയും ചെയ്യാത്ത, രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ ഭിന്നിപ്പിച്ച ഒരു മനുഷ്യൻ്റെ പേരിൽ ഒരു സ്മാരകം നിർമ്മിക്കുന്നത് എന്തിൻ്റെ ആവശ്യം കൊണ്ടാണ് എന്നുള്ളത് BJP വ്യക്തമാക്കണം. ഇവിടെ ആ തരത്തിൽ ആ നയവുമായി വരുമ്പോൾ കേരളത്തിൽ ഡിവൈഎഫ്ഐ പോലുള്ള ഒരു യുവജന പ്രസ്ഥാനം അതിന് എന്ത് വില കൊടുത്തും നേരിടും. ഡിവൈഎഫ്ഐ ഇപ്പോൾ പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. നഗരസഭ സ്വാഭാവികമായും ഈ ഒരു പരിപാടിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇന്നത്തെ പരിപാടിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകാനുള്ള തീരുമാനം, അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നു, ഒരുപക്ഷെ കോൺഗ്രസ്സുകാരുടെ ഒത്താശ കൂടി ഇതിനുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം എന്നുള്ള ഒരു ആരോപണം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.